മുടി കണ്ണി കുത്തുന്ന വെറൈറ്റി ആണ്. കാക്കയുടെ ശബ്ദത്തിന് ഇതിലും മധുരം ഉണ്ടാവും. എന്താടാ നിർത്തി കളഞ്ഞത്? പാടാ മാറിക്കേ. അതെ, തൊണ്ടയ്ക്കൊരു വഴുവഴുപ്പ് വീണതാ. ടേക്കിൽ ശരിയാവും. നമ്മുടെ ഉണ്ണിമുഖന്റെ നായകനായിട്ടുള്ള ഇറങ്ങാൻ പോകുന്ന സിനിമ ആയിട്ടുള്ള മാർക്കോയുടെ ഒരു പ്രൊമോ സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ബ്ലഡ് എന്ന് പറഞ്ഞുകൊണ്ട്. ഡബ്സിന്റെ ശബ്ദം നമ്മുടെ ചെവിയിലേക്ക് തുളച്ചു കയറുന്ന പോലെ. എന്തായാലും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വമ്പൻ ഊക്കലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഗീതം എന്ന് വെച്ചാൽ ഒലക്കയുടെ മൂട്. ഈ സംഗീതം എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടാനാണ് ഭാവമെങ്കില് അത് വെറും പൂങ്കിനാവാ. 30 വർഷമായി കോമയിൽ കിടന്ന എന്റെ അപ്പൂപ്പന് ഇന്ന് ഈ പാട്ട് കേട്ട് എഴുന്നേറ്റു. സ്പീക്കർ ഓഫ് ചെയ്ത് പിന്നെയും പോയി കിടന്നു. താങ്ക് യു ഡബ്സി. നമ്മുടെ പാട്ടുകൾ കടലുകൾ കടന്നു പോണം, സായിപ്പന്മാരും ഇഷ്ടപ്പെടണം എന്ന വിശാല ചിന്തയോടാണ് ഞാൻ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന. അറിയോ, അതിനിങ്ങനെ കൊല്ലാകൊല ചെയ്തിട്ടുണ്ട് കാര്യം. മോനെ മഹാരാജ, ഇത് നീ വല്ല സർക്കസ് കമ്പനിക്കാർക്ക് കൊടുക്കും. ആന സൈക്കിള് വിട്ടുമ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിച്ച് KGF ഫെയിം സന്തോഷ് വെങ്കിയുടെ വോയിസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബ്ലഡിന്റെ പുതുക്കിയ പതിപ്പ് ഉടനെ പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നെ ഒഴിവാക്കിയിട്ടുള്ള ഇവന്മാരുടെ പരിപാടി എന്താണെന്ന് അറിയണം. അവന്റെ പോക്ക് കാണുമ്പോൾ ഒരു ഏകാധിപതിയാകാനുള്ള ലക്ഷണമാ കാണുന്നത്. കഴിവില്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നോളണം. മ്യൂസിക് സെൻസ് ഇല്ലാത്ത കൾച്ചർലെസ് ഫെലോസ്. അല്ലേ, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഡബ്സിക്ക് നല്ല കാലൊന്നും അല്ലല്ലോ. ആളിപ്പോ ഭയങ്കര എയറിലാണല്ലോ. പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ് ഞാൻ. ഒരേറ്റുമുട്ടൽ ഏത് നിമിഷവും ഉണ്ടാവും. പണ്ട് ഡബ്സിനെ പൊക്കി അടിച്ചവര് തന്നെ ഇപ്പൊ ഡബ്സിനെ ഏറി കയറ്റാനുള്ള തത്രപ്പാടിലാണ്. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ മുതലാളി. മിണ്ടിപ്പോരുത്. ഈശ്വരാ, ഇതിലും വരുന്നെന്തോ വരാനിരുന്നതാ. ഇങ്ങനെ തീർന്നത് നന്നായി. ഓക്കെ, അപ്പൊ അതാണ് കൊള്ളാമല്ലേ, നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ആളെ മാറ്റി കഷ്ടപ്പെട്ട് വെറുതെ ആയില്ല. നന്നായിട്ട് പാടുമെന്ന് എല്ലാരും പറയണേ. പവിത്രം പാട്ട് പാടിച്ചെത്തി. ഇന്ന് പവിത്രന് കോവിലോകത്തുള്ള നിലയും നിലയും നമുക്ക് രണ്ടുപേർക്കും ഇല്ല. ഒരു 3 ഏത്തപ്പഴെടുത്തവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ. അപ്പൊ രാത്രി യാത്രയില്ല, അടുത്ത 1-ാം തീയതി കാണാം.